നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മമതാ ബാനർജിക്ക് ഡോക്ടർമാരുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമെന്ന് സൂചന. മിക്കവാറും മമതയ്ക്ക് രാജിവെക്കേണ്ടി വന്നേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ശക്തമായി പരക്കുന്നത്. സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയിട്ടും മുഖ്യമന്ത്രി മമതാ ബാനർജി പലകുറി അഭ്യർത്ഥിച്ചിട്ടും ചർച്ചയ്ക്കായി മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും സമരത്തിലുള്ള ജൂനിയർ ഡോക്ടർമാർ മെഡിക്കൽ കോളേജുകളിൽ തിരിച്ചു കയറുന്നില്ലെന്ന് ബംഗാളിലെ ധന കുടുംബക്ഷേമ സഹമന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ പറഞ്ഞു. ANI എന്ന വാർത്താ ഏജൻസിക്ക് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ചന്ദ്രിമ ഭട്ടാചാര്യരുടെ ഈ വെളിപ്പെടുത്തൽ. ശക്തമായ ജനകീയ സമരം എല്ലാ തലങ്ങളിലേക്കും വ്യാപിച്ചിട്ടും രാജിവെക്കാതെ മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് മമതാ ബാനർജി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപായി മെഡിക്കൽ കോളേജുകളും ആശുപത്രികളിലും ഹാജരാകാൻ ജൂനിയർ ഡോക്ടർമാരോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. മമതയും സർക്കാരും 5 മണിവരെ കാത്തിരുന്നു. പിന്നീട് ഭരണ ഉദ്യോഗസ്ഥർ പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 10 ജൂനിയർ ഡോക്ടർമാരെങ്കിലും എത്തി സംസ്ഥാനത്തെ ഉന്നതോദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തണം എന്നതായിരുന്നു ഈ നിർദ്ദേശം. ഇതും നടന്നില്ല. വൈകിട്ട് 6:10 ജൂനിയർ ഡോക്ടർമാർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇമെയിൽ അയച്ചു. നബന്നയിൽ വന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക എന്നായിരുന്നു അഭ്യർത്ഥന. വൈകിട്ട് 7:30 വരെ മമത നബന്നയിൽ കാത്തിരുന്നു. സമരക്കാരായ ജൂനിയർ ഡോക്ടർമാർ ആരും വന്നില്ല. 7:30 ആയപ്പോൾ മമത നബന്ന വിട്ടു. പലതവണ മമതാ ബാനർജി ജൂനിയർ ഡോക്ടർമാരോട് സർവീസിൽ തിരിച്ചെത്താൻ അഭ്യർത്ഥിച്ചു. ആരും ജോലിക്ക് വരാൻ കൂട്ടാക്കുന്നില്ല, മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ പറഞ്ഞു. ഇതോടെ മമതാ ബാനർജി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. അതിനിടെ മമതയ്ക്കെതിരെ പോരാടി വിജയം നേടുന്നത് തങ്ങളാണെന്ന് അവകാശപ്പെട്ട് ഇടതുപക്ഷ സംഘടനയിൽ ചെറുപ്പക്കാർ ആസാദി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന റീലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ജൂനിയർ ഡോക്ടർമാരുടെ സമരത്തിനു പിന്നിൽ രാഷ്ട്രീയമില്ലെന്നിരിക്കെ മമത തോൽക്കുന്ന സമരത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് CPM ഉൾപ്പെടെയുള്ള ഇടത് സംഘടനക്കാർ. അതിന്റെ RG-കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെതിരെയുള്ള 2011 ലൈംഗിക പീഡന കേസ് വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന യുവാവിനെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. വസ്ത്രം മാറുന്ന മുറിയിൽ വെച്ച് സന്ദീപ് ഘോഷ് ജനനേന്ദ്രിയത്തിൽ തൊടാൻ ശ്രമിച്ചു എന്നായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആരോപണം. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ആണ് അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതി സന്ദീപ് ഘോഷ് കുറ്റക്കാരനല്ലെന്ന വാദം അംഗീകരിച്ച് വെറുതെ വിടുകയായിരുന്നു. RG-കാർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനിയുടെ കൊലപാതകം മറച്ചുവെക്കാൻ ശ്രമിച്ചതും സാമ്പത്തിക ക്രമക്കേടുകൾ അറസ്റ്റിലാവുകയും ചെയ്തതോടെയാണ് ഇയാൾ വീണ്ടും വാർത്തകളിൽ ഇടം നേടിയത്. നഴ്സിംഗ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയായ വ്യക്തി തന്നെയാണ് കൊൽക്കത്ത കേസിലും അറസ്റ്റിലായെന്ന് ഇയാളെ കണ്ട ചില ഡോക്ടർമാർ തിരിച്ചറിയുകയായിരുന്നു. പിന്നാലെ 2017 നടന്ന സംഭവം വീണ്ടും വാർത്തകളിൽ ഇടം നേടി. ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച ശേഷം നിങ്ങൾക്കിത് ഇഷ്ടമാണോ എന്ന് സന്ദീപ് ഘോഷ് ചോദിച്ചതായും നഴ്സിംഗ് വിദ്യാർത്ഥി ആരോപിച്ചിരുന്നു. തന്റെ ഉച്ചാരണത്തിന്റെ പ്രശ്നമായിരുന്നു എന്നും വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എന്നും ഇയാൾ കോടതിയെ അറിയിച്ചത്. തോളലിൽ സംഭവിക്കുന്ന തകരാർ എപ്രകാരം ശരിയാക്കാമെന്നാണ് താൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതെന്നും അതിനിടെ അബദ്ധത്തിൽ യുവാവിന്റെ ഇടുപ്പിൽ സ്പർശിക്കുകയായിരുന്നുവെന്നും സന്ദീപ് ഘോഷ് അന്ന് അവകാശപ്പെട്ടു. മറ്റു ദുരുദ്ദേശങ്ങൾ തന്റെ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നില്ലെന്ന വാദം ഹോങ്കോങ്ങിലെ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇയാളെ കുറ്റവിമുക്തനുമാക്കി. സന്ദീപ് ഘോഷ് ഹോങ്കോങ്ങിലേക്ക് പോയിരുന്നുവെന്നും പീഡന ശ്രമത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റും അസോസിയേഷൻ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടേഴ്സിന്റെ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ഉപ്പൽ ബാനർജി പറയുന്നു. സന്ദീപിനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വലിയ രീതിയിലുള്ള നിയമ നടപടികൾ പാലിക്കേണ്ടതായി വന്നിരുന്നു. ഓർത്തോപീഡിക് അസോസിയേഷന്റെ ആഗോള തലത്തിലുള്ള ബന്ധങ്ങൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉപ്പൽ ബാനർജി പറയുന്നു. സന്ദീപ് ഘോഷിനെതിരെ പല കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് 2017 സംഭവം വീണ്ടും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.